ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചേരുവ കൂടി ചേർത്താൽ നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ശർക്കര പാനി കാച്ചി എടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഞാനിപ്പോൾ ഒഴിച്ചത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചൊന്നും എടുക്കുന്നില്ല. ശർക്കര അലിഞ്ഞു വരുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും. അപ്പം നിങ്ങൾ തിളപ്പിക്കാത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ ശർക്കര പാനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയമെടുക്കും. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന് അത്ര ചൂടൊന്നുമില്ല. നിങ്ങൾ തിളപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്താൽ ജ്യൂസിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം നിങ്ങൾ പുളിയും മധുരവും ഒക്കെ നോക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. അപ്പോൾ നാരങ്ങ വെള്ളത്തിന് നല്ല മധുരം വേണം, എന്നാലേ ടേസ്റ്റ് കാണുള്ളൂ. അപ്പോൾ പുളി കൂടുതലുള്ള നാരങ്ങ നീരാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പൊന്നും ചേർക്കണ്ട, ഒരു 1/4 കപ്പ് ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവും കൂട്ടുക. ഇനി നമുക്ക് സർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനി നാരങ്ങ വെള്ളം തയ്യാറാക്കി നോക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.